അധ്യായം 49. അമ്മോന്യരെക്കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ലയോ? അവൻ അവകാശിയില്ലയോ? പിന്നെ മൽക്കോം ഗാദിനെ കൈവശമാക്കി. അവന്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നതെന്ത്? ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബായിൽ യുദ്ധത്തിന്റെ ആർപ്പുവിളി കേൾപ്പിക്കുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നത് ശൂന്യമായി കൽക്കുന്നാകും, അതിന്റെ പുത്രീ നഗരങ്ങളും തീപിടിച്ച് വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഹെശ്ബോനെ, മുറയിടുക, ഹായ്, ശൂന്യമായി പോയിരിക്കുന്നുവല്ലോ. രബ്ബായുടെ പുത്രീ നഗരങ്ങളെ, നിലവിളിപ്പിൻ, രട്ടുടുത്തുകൊള്ളുവിൻ, വിലപിച്ചുകൊണ്ട് വേലികൾക്കരികെ ഉഴന്നു നടപ്പിൻ. മൽക്കോമും അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം പ്രവാസത്തിന് പോകും. ആർ എന്റെ നേരെ വരും എന്നു പറഞ്ഞ് തന്റെ ഭണ്ഡാരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗിനിയായ പുത്രി, താഴ്വരകളിൽ നീ പ്രശംസിക്കുന്നതെന്തിന്? നിന്റെ താഴ്വരകൾ ഒഴുകിപ്പോകുന്നു. ഇതാ, നിന്റെ ചുറ്റുമുള്ള എല്ലാവരാലും ഞാൻ നിനക്ക് ഭയം വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ചൊവ്വിന് ചിതറിപ്പോകും. ഉഴുന്നു നടക്കുന്നവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമുണ്ടാകയില്ല. എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. എദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ? ആലോചന വിവേകികളെ വിട്ട് നശിച്ചുപോയോ? അവരുടെ ജ്ഞാനം ക്ഷയിച്ചുപോയോ? ദെദാൻ നിവാസികളെ, ഓടിപ്പോകുവിൻ, പിന്തിരിഞ്ഞ കുഴികളിൽ പാർത്തുകൊള്ളുവിൻ. ഞാൻ ഏശാവിന്റെ ആപത്ത് അവന്റെ ദർശനകാലത്ത് തന്നെ അവന് വരുത്തും. മുന്തിരിപ്പഴം പറിക്കുന്നവൻ നിന്റെ അടുക്കൽ വന്നാൽ കാലാ പറിപ്പാൻ ചിലത് ശേഷിപ്പിക്കയില്ലയോ? രാത്രിയിൽ കള്ളന്മാർ വന്നാൽ തങ്ങൾക്ക് മതിയാവോളം മാത്രമല്ലോ നശിപ്പിക്കുന്നത്. എന്നാൽ ഏശാവിനെ ഞാൻ നഗ്നമാക്കി അവന്റെ ഗൂഢസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. അവന് ഒളിച്ചുകൊള്ളുവാൻ കഴിയുകയില്ല. അവന്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി, അവനും ഇല്ലാതെയായിരിക്കുന്നു. നിന്റെ അനാഥന്മാരെ ഉപേക്ഷിക്ക, ഞാൻ അവരെ ജീവനോടെ രക്ഷിക്കും. നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: പാനപാത്രം കുടിപ്പാൻ അർഹതയില്ലാത്തവർ കുടിക്കേണ്ടി വന്നു. പിന്നെ നിനക്ക് ശിക്ഷ വരാതെ പോകുമോ? നിനക്ക് ശിക്ഷ വരാതെ പോകയില്ല, നീയും കുടിക്കേണ്ടി വരും. ബ്രോസാസ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും. അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായിത്തീരും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഒരുമിച്ചുകൂടി അതിന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറവാൻ ഒരു ദൂതനെ ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചെറിയവനും മനുഷ്യരുടെ ഇടയിൽ നിന്ദിതനുമാക്കും. പാറ പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെപ്പോലെ നിന്റെ കൂട് ഉയരത്തിൽ വച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എദോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നുപോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. സെദോമിന്റെയും ഗോമോറായുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെയും ഉന്മൂലനാശശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പച്ചയായിരിക്കുന്ന മേച്ചൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും.
ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിന് നിയമിക്കും. എനിക്ക് സമനായവൻ ആര്? എനിക്ക് നേരം കുറിക്കുന്നവൻ ആർ? എന്റെ മുമ്പാകെ നിൽക്കാവുന്ന ഇടയൻ ആർ? അതുകൊണ്ട് യഹോവ എദോമിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടുപോകും. അവൻ അവരുടെ മേച്ചൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കും. അവരുടെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഭൂമി നടുങ്ങുന്നു. ഒരു നിലവിളി അതിന്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു. അവൻ കഴുകനെപ്പോലെ പൊങ്ങി പറന്നു വന്ന് ബോസ്രോയുടെ മേൽ ചിറക് വിടർക്കും. അന്നാളിൽ ഏദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. ദമ്മേശക്കിനെക്കുറിച്ചുള്ള അരുളപ്പാട്. ഹമ്മാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിവില്ല. ദമ്മേശക് ക്ഷീണിച്ചു ഓടിപ്പോകുവാൻ തിരിയുന്നു. നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിന്റെ വ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. കീർത്തിയുള്ള പട്ടണം എന്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നതെങ്ങനെ? അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിന്റെ വീഥികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചു പോകുകയും ചെയ്യും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദമ്മേശക്കിന്റെ മതിലുകൾക്ക് തീവയ്ക്കും. അത് ബെൻ ഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ജയിച്ചടക്കിയ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ പുറപ്പെട്ട് കേദാരിൽ ചെന്ന് കിഴക്കരെ നശിപ്പിച്ചു കളവിൻ. അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപഹരിക്കും. അവരുടെ തിരശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും. സർവത്ര ഭീതി എന്ന് അവർ അവരോട് വിളിച്ചു പറയും. ഹാസോർ നിവാസികളെ, ഓടിപ്പോകുവിൻ, ദൂരത്ത് ചെന്ന് കുഴിയിൽ പാർത്തുകൊള്ളുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നിങ്ങളെക്കുറിച്ച് ഒരാലോചന ആലോചിച്ച് ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുന്നു. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ തനിച്ച് പാർക്കുന്നവരും സ്വൈരവും നിർഭയവുമായി വസിക്കുന്നവരുമായ ജാതിയുടെ അടുക്കൽ പുറപ്പെട്ടു ചെല്ലുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ ഒട്ടകങ്ങൾ കവർച്ചയും അവരുടെ കന്നുകാലിക്കൂട്ടങ്ങൾ കൊള്ളയുമായി തീരും. തലയുടെ അരികു വടിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിന്നിച്ചു കളയും. നാല് പുറത്തുനിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹാസോർ കുരുനരികളുടെ പാർപ്പിടവും നിത്യശൂന്യവുമായി തീരും. ആരും അവിടെ പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലാമിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ലൊടിച്ചു കളയും. ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കയില്ല. ഞാൻ ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവർക്ക് അനർത്ഥം, എന്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാൾ അയച്ച് അവരെ മുടിച്ചു കളയും. ഞാൻ എന്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്.